രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 120ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. നിങ്ങളിപ്പം 120ാമത്തത് തൊട്ട് കണ്ടു തുടങ്ങുക. അതിന് മുമ്പുള്ളത് സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് 12 മണിയാകുമ്പോൾ അഷ്ടപതിയുടെ ക്ലാസ് ലഭിക്കുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ വേണ്ടി ധർമ്മപദം, മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ കൊല്ലത്താണ്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് ചേർന്ന് പഠിക്കാവുന്നതാണ്. ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവർക്കുള്ള താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ജൂൺ 4-ന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയങ്ങൾക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമാണ്. ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട് പ്ലേലിസ്റ്റിൽ, നിങ്ങൾ കാണണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നിങ്ങൾ തീർച്ചയായും കാണണം. ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്, അത് കാണണം. പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ നമുക്ക് പ്രയോജനമുള്ള ഒരുപാടുണ്ട്. ഭക്തമീരയെക്കുറിച്ചുണ്ട്, ഇതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് രാധാറാണിയെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രേക്ഷകരുടെ നിരന്തരമായ ആവശ്യപ്രകാരം ഞാൻ പറഞ്ഞല്ലോ രാധാകുണ്ഠിനെ കുറിച്ചാണ്.
രാധാകുണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ രാധയുടെ പ്രണയത്തിൻ്റെ എപ്പിസോഡ്. പ്രേക്ഷകർക്ക് അത്യധികം ആഗ്രഹമാണ് രാധാകുണ്ടിനെ കുറിച്ച് കേൾക്കാൻ. എന്നിട്ട് കുറേ പ്രേക്ഷകർ എന്നോട് പറഞ്ഞു, സാറേ രാധാകുണ്ടിൻ്റെ കഥ ആദ്യം തൊട്ടിടുമോ എന്ന്. ഞാൻ രാധാകുണ്ടെന്നും പറഞ്ഞൊരു പ്രത്യേക ഫോൾഡറുണ്ട്, അതിനകത്ത് രാധാകുണ്ടിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്. എങ്കിലും അതൊക്കെ ഞാൻ ചുരുക്കി അടുത്ത എപ്പിസോഡ് തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് രാധാകുണ്ടിൻ്റെ കഥകൾ ആരംഭിക്കാം. ശ്രീകൃഷ്ണൻ രാധാറാണിയോട് പറഞ്ഞു, നീ രാധാകുണ്ടിൽ വരണം രാധേ, എനിക്ക് നിന്നെ കാണണം. അങ്ങനെ രാധാറാണി എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ രാധാറാണിക്ക് സ്ത്രീ സഹജമായ ഒരു നാണം. അപ്പൊ രാധാറാണി കൃഷ്ണനോട് പറഞ്ഞു, എനിക്ക് പോണം കൃഷ്ണ, എനിക്ക് പോണം. തൻ്റെ മൂടുപടം എടുത്ത് മറച്ചു പിടിച്ചിട്ട് പറഞ്ഞു, നോക്കൂ കൃഷ്ണ, ഞാനിവിടെ വന്നത് നിന്നെ കാണാനൊന്നുമല്ല, നീ വിളിച്ചതുകൊണ്ടുമല്ല, എനിക്ക് പൂ പിച്ചാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നിട്ട് രാധാറാണി പൂ പിച്ചാൻ എന്ന വ്യാജേനെ പതുക്കെ മുന്നോട്ട് നടന്നു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ രാധാറാണിക്കൊരു വിചാരമുണ്ട്, കൃഷ്ണൻ ഒന്ന് തടഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ തന്നെ കൃഷ്ണൻ എന്ത് ചെയ്തു, വന്നിട്ട് പറഞ്ഞു, രാധേ നില്ല്, അതെന്തൊരു പോക്കാണ് നീ, അത് കൊള്ളാം, നീ എന്നെ കാണാനല്ലേ വന്നത്, എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറ, നീ എന്നെ കാണാനല്ലേ വന്നത്. അപ്പൊ രാധാറാണി മൂടുപടമെടുത്ത് മുഖം മറച്ചിട്ട് പറഞ്ഞു, അല്ല കൃഷ്ണ, ഞാൻ വന്നത് പൂ പിച്ചാനാണ്, എനിക്ക് പൂ പിച്ചണം, നീ വഴിയിൽ നിന്ന് മാറ് കൃഷ്ണ, എനിക്ക് പോകണം. എന്നിട്ടും കൃഷ്ണൻ മാറിയില്ല. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ നിന്നെ ഞാൻ വിടത്തില്ല. അപ്പം നമ്മുടെ രാധാറാണി ദേഷ്യം ഭാവിച്ച് കണ്ണുമൊക്കെ ഇങ്ങനെ ചുമന്ന് കണ്ണ് ഉരുട്ടിക്കൊണ്ട് കൃഷ്ണനെ ഒന്ന് നോക്കി. അപ്പം രാധാറാണിയുടെ ഈ നോട്ടത്തിൽ കൃഷ്ണൻ വീണുപോകും. കൃഷ്ണൻ പതുക്കെ ഒന്ന് വഴി നീങ്ങി. എന്നിട്ട് രാധാറാണി വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴും രാധാറാണിയുടെ ഉള്ളിൽ ഒന്ന് തടഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അപ്പൊ രാധേ നീ എൻ്റെ കൂടെ നികുഞ്ചത്തിലേക്ക് വരുന്നില്ല. രാധ പറഞ്ഞു, നീ എന്തായി പറയുന്നത്, ഞാൻ എന്തിനു നിന്റെ കൂടെ നികുഞ്ചത്തിൽ വരുന്നത്, എനിക്ക് പൂ പിച്ചാൻ വന്നു. ഈ വനത്തിൽ ഞാൻ വരുന്നത് പൂ പിച്ചാനാണ് കൃഷ്ണ, അല്ലാതെ നിന്റെ കൂടെ നികുഞ്ചത്തിൽ വരാൻ വേണ്ടി അല്ല. അതുകൊണ്ട് പറ്റില്ല, എനിക്ക് പൂ പിച്ചാൻ പോകണം. അപ്പൊ കൃഷ്ണന് ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമായി. കാരണം കൃഷ്ണന് എതിർക്കൊണ്ട്, അതായത് കൃഷ്ണന് യാതൊരു എതിർപ്പുമില്ലാതെ കീഴടങ്ങുന്നതിനേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് രാധാറാണി കുറേ നേരം എതിർത്തിട്ട് കീഴടങ്ങുകയും ചെയ്യുന്നതിന്. അങ്ങനെയാണ് മെരുക്കാത്ത കുതിരയെ മെരുക്കാനാണ് ആർക്കിഷ്ടം, കൃഷ്ണനിഷ്ടം, മെരുങ്ങുന്ന കുതിരയെ അല്ല. അപ്പോൾ രാധാറാണി എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് സത്യത്തിൽ ആർക്കിഷ്ടമാണ്, കൃഷ്ണന് ഇഷ്ടമാണ്. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയുടെ അപാര സൗന്ദര്യം തൻ്റെ കണ്ണുകൊണ്ടങ്ങ് കോരി കുടിക്കുകയാണ്. കൃഷ്ണൻ വിചാരിക്കുകയാണ്, എന്തൊരു സൗന്ദര്യമാണ് ഇവൾക്ക്, ഈ പ്രപഞ്ചത്തിലെ സകല സൗന്ദര്യവും കൂടെ ഒന്നിച്ചെടുത്തങ്ങ് ഇവളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ മറ്റു വസ്തുക്കൾക്ക് അത്രയധികം സൗന്ദര്യമില്ലാത്തത്. കാരണം ബാക്കി കൊടുക്കാൻ സൗന്ദര്യം വേണ്ടേ, എല്ലാം കൂടെ രാധയ്ക്ക് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. കൃഷ്ണന് രാധയുമായി രമിക്കണമെന്നുള്ളൊരാഗ്രഹം തോന്നി രാധാറാണിയുമായി. രാധാറാണിയുടെ സൗന്ദര്യം കൃഷ്ണനെ മത്തുപിടിപ്പിച്ചു. കൃഷ്ണൻ രാധാറാണിയെ ആദ്യമായി കാണുന്ന മട്ടിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ രാധാറാണി ചോദിച്ചു, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്, പെൺപിള്ളേരുടെ മുമ്പിൽ വന്ന് എന്താ കൃഷ്ണ നീ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിന്നെ നോക്കിയത്, നിന്നെ കണ്ടാൽ ആരാണ് നോക്കാതെ ഇരിക്കുന്നത്? അപ്പൊ രാധാറാണി പറഞ്ഞു, വഴി മാറൂ കൃഷ്ണ, കളിയെടുക്കാതെ വഴിമാറൂ, എനിക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ചുണ്ടുകളൊക്കെ ഒന്ന് കൂർപ്പിച്ചു.
ഇങ്ങനെ ഒന്ന് കൂർപ്പിച്ചിട്ട് രാധാറാണി നടന്നു. കൃഷ്ണൻ ഇങ്ങനെ ആ സൗന്ദര്യം കോരി കുടിച്ചങ്ങനെ സ്തബ്ധനായി നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പം കൃഷ്ണൻ ബോധവാനായി. കൃഷ്ണൻ നോക്കിയപ്പോൾ കാണാം രാധാറാണി കുനിഞ്ഞു പൂപിച്ചുന്നു. അപ്പൊ രാധാറാണിയുടെ ശിരസിലെ രത്നം താഴേക്ക് തെന്നി വരുന്നു. അപ്പൊ കൃഷ്ണനൊരു ഉപായം തോന്നി. കൃഷ്ണൻ പതുക്കെ രാധാറാണിയുടെ അടുക്കൽ വന്നു. കൃഷ്ണൻ രാധാറാണിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ രാധാറാണി കൃഷ്ണനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് രാധാറാണി വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നില്ല്, നിങ്ങളിത് ആരാണ്? എന്താ നിങ്ങളുടെ പേര്? നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ രാധാറാണി പറഞ്ഞു, എൻ്റെ പേര് രാധ. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, ഏത് രാധ? അപ്പൊ രാധാറാണി പറഞ്ഞു, നിനക്ക് എത്ര രാധയെ അറിയാം? നിനക്കോ? അപ്പൊ രാധ പറഞ്ഞു, പിന്നെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ഞാൻ പിന്നെന്താ വിളിക്കുന്നത്? നിനക്കെന്റെ പേര് പോലും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് മാറി നില്ല് ചെറുക്ക. കൃഷ്ണൻ പറഞ്ഞു, രാധേ, എന്താ നീ എന്നെ വിളിച്ചത്? ചെറുക്കാന്നോ? നീ ഉത്തരം പറയണം, നീ ഏത് രാധയാണ്? അപ്പോൾ രാധാറാണി പറഞ്ഞു, ഞാൻ വൃഷഭാനുവിന്റെ മകൾ രാധ. വൃഷഭാനുവോ? കൃഷ്ണൻ പറഞ്ഞു, അതാരാണെന്ന് അറിയണമെങ്കിൽ നീ വൃന്ദാവനത്തിൽ ചെന്ന് വ്രജത്തിൽ ചെന്ന് അന്വേഷിച്ചാൽ മതി. ഇപ്പൊ എനിക്ക് സമയമില്ല, മാറി നിൽക്കൂ. അല്ല രാധേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് ഞങ്ങളുടെ നികുഞ്ചത്തിൽ കടന്നു കയറിയിട്ട് മനഃപൂർവം ഞങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കേ, ഞാൻ ഇവിടെ വന്നത് സൂര്യദേവനെ ആരാധിക്കുന്നതിന് വേണ്ടി കുറെ പൂക്കൾ വേണം. അപ്പൊ ഈ വനത്തിലെ പൂക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ഇന്നു വരെ എന്നെ ഒരു മനുഷ്യരും തടഞ്ഞു നിർത്തിയിട്ടില്ല. പിന്നെ നീ എന്തിനാണ് ദേഷ്യത്തിൽ ഇങ്ങോട്ട് വന്ന് എന്നെ തടയാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് കൃഷ്ണ? എനിക്ക് വേണ്ടത് ഏതാണ്? പൂക്കളാണ്. പിന്നെ കൃഷ്ണ, താമര കണ്ണ, നീ പറഞ്ഞതുപോലെ പരുഷ വാക്കുകള് എനിക്ക് പറയാൻ അറിയില്ല കൃഷ്ണ. അറിയാമായിരുന്നെങ്കിൽ ഇതിന് ചുട്ട മറുപടി കൃഷ്ണ നിനക്ക് ഞാൻ തന്നേനായിരുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ട്. ആ ചടങ്ങുകൾക്ക് പൂക്കൾ എനിക്ക് വേണം. അത് പിച്ചാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാനത് പിച്ചിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. കൃഷ്ണൻ പറഞ്ഞു, കൊള്ളാമല്ലോ. വല്ലവൻ്റെയും തോട്ടത്തിൽ കയറി വെറുതെ പൂക്കളും പിച്ചിക്കൊണ്ട് സൂര്യദേവനെ ആരാധിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ആരാധിക്കണമെങ്കിലേ നിങ്ങളുടെ അച്ഛൻ ആരാന്നാ പറഞ്ഞത്? അപ്പൊ രാധാറാണി വീണ്ടും ചുണ്ടുകൾ കൂർപ്പിച്ചിട്ടൊന്ന് നോക്കി. എന്തൊരു ഭാനു? എന്താ പറഞ്ഞത്? രാധാറാണി പറഞ്ഞു, വൃഷഭാനു. ആ വൃഷഭാനുവിനോട് ചെന്ന് പറ, ഒരു തോട്ടം വെച്ചു പിടിപ്പിക്കാൻ, ഒരു പൂന്തോട്ടം വെച്ചു പിടിപ്പിക്കാൻ. എന്നിട്ട് അവിടെ ചെന്ന് ഇഷ്ടംപോലെ പൂക്കൾ ഇറുത്തുകൊള്ളൂ. ഈ വനത്തിന്റെ ഉടമസ്ഥന്റെ പേര് കന്ദർപ്പദേവൻ എന്നാണ്. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്താ ഏത് കന്ദർപ്പൻ? ഉടനെ കൃഷ്ണൻ പറഞ്ഞു, ഏത് കന്ദർപ്പനെന്നോ? എന്റെ രാജാവിനെ ആക്ഷേപിക്കാൻ വരുന്നു. ഈ വനത്തിന്റെ മുഴുവൻ രാജാവ് കന്ദർപ്പദേവനാണ്. ഇത് മൊത്തം നോക്കി നടത്താൻ വേണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ വനത്തിലെ ഒരു ചെടിയിൽ നിന്ന് വാടിയ ഒരു ഇല അത് പിച്ചുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞാൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന, ഞാൻ പോറ്റി വളർത്തുന്ന ഈ പൂക്കളെ രാധപ്പെണ്ണെ നീ വന്ന് പിച്ചി എടുത്തുകൊണ്ട് പോകുന്നത്. എൻ്റെ നെഞ്ച് തകരുകയാണ്. നിനക്കറിയാമോ, എൻ്റെ കന്ദർപ്പ രാജാവ് അറിഞ്ഞാൽ എന്തു പറയും? എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നിന്ന് പൂ പിച്ചാനായിട്ട് പറ്റത്തില്ല എന്ന് മാത്രവുമല്ല, ഉണ്ടക്കണ്ണി. അത് പറഞ്ഞു, എന്താ നീ പറഞ്ഞത് കൃഷ്ണ?
അപ്പം കൃഷ്ണൻ പറഞ്ഞു, അല്ല അല്ല എന്താ എന്താ നീ പറഞ്ഞത്? അല്ല രാധേ, അങ്ങനെ മര്യാദയ്ക്ക് നീ സംസാരിക്കണം കേട്ടോ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്ത് മര്യാദയായാലും ശരി രാധേ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് നിന്നെ സംശയമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ കൂടെ നീ നികുഞ്ച കാരാഗ്രഹത്തിൽ വരണം. എനിക്ക് നിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അഴിച്ചു പരിശോധിക്കണം. രാധാറാണി പറഞ്ഞു, എന്താ ആഭരണവും പിന്നെന്താ പറഞ്ഞത്? കൃഷ്ണൻ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞു? രാധാറാണി പറഞ്ഞു, പിന്നെ നീ ഒന്നും പറഞ്ഞില്ലേ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പിന്നെന്താ പറഞ്ഞു? ആഭരണവും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വസ്ത്രം. ദേ നോക്ക് കൃഷ്ണ, അതെ നീയേ ഈ പൂക്കളൊക്കെ എടുത്ത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ തൊണ്ടി മുതൽ വീണ്ടെടുക്കണം. എൻ്റെ തൊണ്ടി മുതൽ വീണ്ടെടുത്ത് എന്നെ കന്ദർപ്പ രാജാവിനെ എനിക്ക് ഏൽപ്പിക്കണം. അതുകൊണ്ട് വരണം, ആഭരണങ്ങൾ അഴിച്ച് എന്ത് ചെയ്യണം? എനിക്ക് നിന്നെ പരിശോധിക്കണം. എനിക്കൊരു കാര്യം ഇപ്പം മനസ്സിലായി. എല്ലാ ദിവസവും നീ ഇവിടെ വന്ന് പൂക്കൾ മോഷ്ടിക്കും. കള്ളിയാ നീ. ഭാഗ്യത്തിന് ഞാൻ ഇന്ന് നിന്നെ കയ്യോടെ എന്ത് ചെയ്ത് പിടികൂടി. പൂകക്കുന്ന പൂക്കള്ളി. അപ്പൊ രാധാറാണിയുടെ മുഖം എല്ലാം കൂടെ അങ്ങോട്ട് ചുമന്നു. രാധാറാണി പറഞ്ഞ്, വഴിയൊന്നും മാറി നിക്ക് ചെറുക്കം, എനിക്ക് വീട്ടിൽ പോകണം. വാശിയൊന്നും കാണിക്കണ്ട, നീ അങ്ങോട്ട് മാറി നിന്നേ. അപ്പോൾ പറഞ്ഞു, നീ കാമദേവന്റെ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കള് മോഷ്ടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നോക്കൂ, നീ ആയിരക്കണക്കിന് മുല്ലപ്പൂക്കള് നിന്റെ മുടിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നിന്റെ ശരീരത്തിനുള്ളില് ലക്ഷക്കണക്കിന് മാധവി പൂക്കൾ നീ എവിടെയൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിത് പരിശോധിച്ചാലേ പറ്റത്തുള്ളൂ. നോക്കൂ, നിന്റെ അസാമാന്യമായ സൗന്ദര്യം. പെണ്ണെ, നിന്റെ അസാമാന്യമായ ഈ സൗന്ദര്യത്തിൽ വനത്തിന്റെ ഭംഗി തന്നെ ഇല്ലാതായി പോയി. നിനക്കറിയാമോ, ഞാൻ എന്തുമാത്രം ഓമനിച്ചു വളർത്തിക്കൊണ്ടുവന്ന വനമാണ്. അതിനെന്തൊരു ഭംഗിയാണ്. നീ വന്നു കഴിഞ്ഞപ്പോൾ നിന്റെ സൗന്ദര്യത്തില് ഈ വനത്തിന്റെ ഭംഗി മുഴുവനും എന്തു ചെയ്തു? ഇല്ലാതായി തീർന്നു. അതുകൊണ്ട് നീ വനത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. അത് മാത്രവുമാണോ നീ ചെയ്തത്? ഈ വനത്തിന്റെ ഭംഗി നീ ഇല്ലാതാക്കിയതിന് ശേഷം കുത്തുവാക്കുകൾ പറഞ്ഞ് ഈ വനപാലകനായ എന്നെ നീ അപമാനിച്ചു. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിന്റെ സൗന്ദര്യവും നിന്റെ അഹന്തയും ഇതെല്ലാം എന്തു ചെയ്യും? ഞാൻ കവർന്നെടുക്കും. അപ്പോൾ രാധാറാണി വിചാരിച്ചു, പതുക്കെ ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ അടുത്ത് ദേഷിച്ചിട്ട് കാര്യമില്ല. രാധാറാണി ടോണൊന്ന് മാറ്റിയിട്ട് രാധാറാണി പറഞ്ഞു, നോക്കൂ വനപാലക, നമുക്ക് തമ്മിൽ വഴക്ക് വേണ്ട. വനപാലക, ഞാൻ കുറച്ച് പൂക്കള് പിച്ചിക്കോട്ടെ, നിന്റെ അനുവാദത്തോടു കൂടി തന്നെ പിച്ചിക്കോട്ടെ, എന്നെ അതിന് അനുവദിക്കണേ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ ബ്രഹ്മചാരിയാണ്. രാധാറാണി പറഞ്ഞു, എന്താ? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ബ്രഹ്മചാരിയാണ്. എനിക്ക് സ്ത്രീകളുമായിട്ട് അധികം സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മാത്രവുമല്ല, ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ വനത്തില് തനിച്ച് ചെറുപ്പമുള്ള എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. നോക്കൂ, ഇവിടെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ. എൻ്റെ മുന്നിൽ അത്രയ്ക്ക് സുന്ദരിയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ബ്രഹ്മചാരിയാണ്, ശരി തന്നെ. പക്ഷേ എൻ്റെ ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട്. എത്ര നേരം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പൊ രാധ പറഞ്ഞു, നീ ബ്രഹ്മചാരിയോ? ഭയങ്കര തമാശയായി പോയി.
ഒരു ബ്രഹ്മചാരി വന്നിരിക്കുന്നത് കണ്ടില്ലേ? നോക്ക് കൃഷ്ണ, ഞങ്ങള് എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്, പൂക്കൾ പിച്ചാറുണ്ട്. ഞങ്ങളാരും ഇന്നു വരെ ഇങ്ങനെ ഒരു വനപാലകനെ ഞങ്ങളാരും കണ്ടിട്ടില്ല. പിന്നെ നീ എന്താ പറഞ്ഞത്? ഇതിന്റെ ഉടമയുടെ പേരെന്താ? എന്തരപ്പ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞ, അപ്പോ കന്ദർപ്പരാജ, അദ്ദേഹത്തിന്റെ പേരിനെ അപമാനിക്കരുത്. ഓ പിന്നെ നിന്റെ കന്ദർപ്പരാജ, ഈ കന്ദർപ്പരാജയെ ഞങ്ങളാരും കണ്ടിട്ടില്ലെന്നല്ല, ഇങ്ങനെ ഒരു പേര് ഞങ്ങളാരും കേട്ടിട്ട് പോലുമില്ല. കൃഷ്ണൻ പറഞ്ഞു, എന്റെ പൊട്ടിപ്പെണ്ണേ രാധേ, മണ്ടി മണ്ടി ഉണ്ടക്കണ്ണി. രാധാറാണി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ വീണ്ടും പറഞ്ഞേക്കാം, ഉണ്ടക്കണ്ണി തന്നെ വിളിച്ചാലുണ്ടല്ലോ, നീയാണ് ഉണ്ടക്കണ്ണൻ, നീയാ ഉണ്ടക്കണ്ണൻ, നിന്റെ കണ്ണിനുണ്ട് ഞാൻ കുത്തി പൊട്ടിക്കും. കൃഷ്ണൻ 2 ചുവട് പിന്നോട്ട് വാങ്ങി. കാരണം കൃഷ്ണൻ അറിയാൻ രാധാറാണിയുടെ സ്വഭാവം, കുത്തുകൊണ്ടാൽ കൊണ്ടത് തന്നെ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ദേ പൊട്ടിപ്പെണ്ണേ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ കന്ദർപ്പ രാജാവിന് ഭയങ്കര ആത്മവിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു മനുഷ്യനും ഈ പൂന്തോട്ടത്തിലേക്ക് കയറില്ല. പിന്നെ എന്നെ അല്ലേ കാവലേൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്നെ കാവലേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരുത്തരും ഇങ്ങോട്ട് വരില്ല. ആ വിശ്വാസത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് വരാറില്ല. ഞാൻ രാവിലെ ആകുമ്പം പശുക്കളെ മേയ്ക്കാൻ പോകും, കുറെ കള്ളികൾ ഇറങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് നിനക്കൊക്കെ നല്ല സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ എനിക്കിന്ന് ഭാഗ്യവശാൽ പെട്ടെന്ന് ഒരു രഹസ്യ സന്ദർശനം നടത്തണമെന്ന് തോന്നി. അങ്ങനെ വന്നതാ ഞാൻ. അങ്ങനെ വന്നത് കൊണ്ട് നിന്നെ കയ്യോടെ പിടിക്കാൻ പറ്റി. പൂക്കള്ളി, പൂക്കള്ളി, ഞങ്ങളുടെ കന്ദർപ്പ രാജാവിൻ്റെ പൂ മോഷ്ടിക്കുന്ന പൂക്കള്ളി, പെരുങ്കള്ളിയാണ് നീ. എന്നിട്ട് കൃഷ്ണൻ രാധാറാണിയുടെ അടുത്ത് പറഞ്ഞ്, ഏ രാധേ, ഏ ചട്ടമ്പി പെണ്ണേ, ഈ കുരുത്തം കെട്ട പെണ്ണേ, നിന്നെ ഞാൻ ആദ്യം ശിക്ഷിക്കാൻ പോവുകയാണ്. നിന്നെ ഞാൻ ലതാ നികുഞ്ചത്തിലെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. നിന്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു പരിശോധിക്കും. നീ എവിടൊക്കെ പൂക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നിട്ട് നിന്നെ ഞാൻ വലിച്ച് ഇഴച്ച് കന്ദർപ്പ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകും. അപ്പൊ രാധാറാണി പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യരുതേ, അങ്ങനെ ചെയ്യരുതേ. ഓ അങ്ങേയറ്റം ദയുള്ള വനപാലക, ഈ ഒരു വട്ടത്തേക്ക് ക്ഷമിക്കണേ, ഒരു വട്ടത്തേക്ക് ക്ഷമിക്കണേ എന്ന് രാധാറാണി ഒന്ന് താന്നു കൊടുത്തു. അപ്പൊ കൃഷ്ണൻ, ഏയ് സുന്ദരി, നീ ഇതെന്താ പറയുന്നത്? നിന്നെ വെറുതെ വിടാനോ? അതിനുള്ള അധികാരം എനിക്കില്ല. നോക്കൂ, ഈ വനത്തിലുള്ള സകല ജീവികളും സകല വൃക്ഷങ്ങളും നിന്റെ പ്രവൃത്തിയിൽ സ്തംഭിച്ചിരിക്കുകയാണ്. ഈ വനത്തിലെ ഒരു വൃക്ഷങ്ങൾക്കും ഒരു ജീവികൾക്കും നിന്റെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. അവര് കന്ദർപ്പ രാജാവിനോട് പരാതി പറഞ്ഞു, പറ്റത്തില്ല, ഒരു പെൺകൊച്ചിവിടെ വന്ന് ഞങ്ങളുടെ പൂക്കളും എല്ലാം എന്ത് ചെയ്യുന്നു, എടുത്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് നിന്റെ ശരീരം മുഴുവനും മോഷ്ടിച്ച വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ ഈ വനത്തിലെ ഒരു ജീവികളും എന്നോട് ക്ഷമിക്കത്തില്ല രാധേ. നിന്റെ ശരീരം മുഴുവനും മോഷ്ടിച്ച സാധനങ്ങളാ. നീ എത്ര എണ്ണം മോഷ്ടിച്ചു എന്ന കണക്കെടുക്കാൻ ഈ ലോകത്ത് ആർക്കാണ് പറ്റുന്നത്? എന്നിട്ട് കൃഷ്ണൻ വൃക്ഷങ്ങളോട് ചോദിച്ചു, ഏയ് വൃക്ഷങ്ങളെ, ഈ രാധയെ ഞാൻ വെറുതെ വിടണോ അതോ ലതാ നികുഞ്ചത്തിൽ കൊണ്ടുപോയി വസ്ത്രങ്ങൾ അഴിച്ചു പരിശോധിക്കണോ? എന്നിട്ട് വൃക്ഷങ്ങൾ മറുപടി പറയുന്ന കണക്ക് കൃഷ്ണൻ തന്നെ പറയും, ആ കണ്ടോ, വൃക്ഷങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോയി ലതാ നികുഞ്ചത്തിലാക്കി വസ്ത്രവും ആഭരണവും അഴിച്ചു പരിശോധിക്കണമെന്ന്. ആ നോക്കൂ, ഇവിടുത്തെ ജീവികളെ നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞേ, ഈ രാധയെ ഞാൻ വെറുതെ വിടണോ അതോ ഞാൻ ഇവളെ കൊണ്ടുപോയി ഇവളുടെ വസ്ത്രം മാറ്റി പരിശോധിക്കണോ?
എന്താ പറഞ്ഞത്? വസ്ത്രം മാറ്റി പരിശോധിക്കണം. അതെ അതെ, എനിക്ക് ഈ വനത്തിലെ ആളുകൾ പറയുന്നതിനപ്പുറം വേറൊന്നുമില്ല. അവര് വെറുതെ വിടാൻ പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തേനായിരുന്നു? വെറുതെ വിട്ടേനായിരുന്നു. അതുകൊണ്ട് ഇവര് പറയുന്നു എന്താണ്? ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഈ രാധയെ വെറുതെ വിടരുത് എന്നിവര് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ആയപ്പം രാധാറാണി കൃഷ്ണനെ ഒന്ന് നോക്കി. കൃഷ്ണന്റെ വർത്തമാനം രാധാറാണിക്ക് നന്നായിട്ട് രസിച്ചു. പക്ഷേ അത് മറച്ചു വെച്ചിട്ട് രാധാറാണി പറഞ്ഞു, ആര് പറഞ്ഞു? വൃക്ഷങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, ജീവികളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞു, ഇതാ ഒന്നും കൂടെ ചോദിച്ചു നോക്ക്. ദേ വൃക്ഷമേ, തമാല വൃക്ഷമേ, എന്താ വേണ്ടത്? ഞാൻ രാധയെ വെറുതെ വിടണോ? വേണ്ടെന്നോ? വേണ്ട. അപ്പൊ അവിടെ ഒരു മയില് വന്നു. നോക്കൂ, പെൺമയിലേ, പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ രാധയെ വെറുതെ വിടണോ വേണ്ടയോ? എന്താ പറഞ്ഞത്? വേണ്ടെന്നില്ലേ? ഒരു കാരണവശാലും വിടരുതെന്ന്. കണ്ടോ, ഒരു കാരണവശാലും വിടരുതെന്ന് പെൺമയില് പോലും പറഞ്ഞു. കണ്ട, പെൺമയില് പോലും രാധയെ നിന്നെ പിന്തുണയ്ക്കാനായിട്ട് ഇല്ല. അപ്പൊ രാധ പറഞ്ഞു, നീ എന്നെ പിടിച്ചു വയ്ക്കുമല്ലേ? നീ എന്നെ കൊണ്ടുപോയി ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ മാറ്റി പരിശോധിക്കുമല്ലേ? അയ്യടാ, കൈയെടുത്തങ്ങ് ഇടുപ്പിന് കുത്തി. എന്നിട്ട് രാധാറാണി പറഞ്ഞു, കാമം മൂത്ത ഒരാളുടെ പെറുപെറുപ്പ് ആര് ശ്രദ്ധിക്കാൻ? കൃഷ്ണൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരു ബ്രഹ്മചാരിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. സർവകാമങ്ങളെയും അടക്കിയവനാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് കാമപ്പേക്കൂ തന്നോ? രാധാറാണി തൻ്റെ വിരലുകൾ കൊണ്ടുവന്നിട്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും കൃഷ്ണ, കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നീ ബ്രഹ്മചാരിയോ? നീ ബ്രഹ്മചാരിയോ അല്ല, ഒന്നുമല്ല. അപ്പൊ എന്തു ചെയ്തു? കൃഷ്ണൻ മൂടുപടത്തിലേക്ക് കയറി ഇഞ്ഞ് പിടിച്ചിട്ട് പറഞ്ഞു, ദേ നോക്കൂ, നിന്നെ ഞാൻ വിടില്ല, ഒരു കാരണവശാലും വിടത്തില്ല. സൂത്രശാലി, നീ എന്നെ അപമാനിച്ചിട്ട് കടന്നു കളയാൻ ശ്രമിക്കുന്നു ഇല്ലേ? ഞാൻ കാമം മൂത്തവൻ എന്ന് പറയുന്നു. ഒരു ബ്രഹ്മചാരിയായ എന്നെ കാമം മൂത്തവനെന്ന് പറഞ്ഞിട്ട് നീ പോകുന്നു. എവിടെ പോകുന്നു? എന്താ നിനക്കിത്ര തിടുക്കം? നിക്കെന്നും പറഞ്ഞ് മൂടുപടം പിടിച്ച് രാധാറാണിയുടെ തോളത്ത് പിടിച്ചു. കൃഷ്ണന്റെ സ്പർശനമേറ്റതോടുകൂടി രാധാറാണി തരളിതയായി മാറി. അട്ടിമൂട്ടി പൂത്തുലഞ്ഞു, രോമങ്ങൾ എഴുന്നു നിന്നു. രാധാറാണി വികാര തരളിതയായി തല വെട്ടിച്ച് കൃഷ്ണനെ ഒന്ന് നോക്കി. മധുരമായ നോട്ടം. ആ നോട്ടത്തിൽ കൃഷ്ണൻ വീടുപോയി. അപ്പോൾ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, നീ ഞങ്ങളെ മോഷ്ടാവെന്ന് വിളിക്കുന്നു അല്ലേ? എന്നിട്ട് നീ വലിയ സന്യാസിയാണെന്ന് ഭാവിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ നീയാണ് കൃഷ്ണ. നീ കള്ളകൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്താ മോഷ്ടിച്ചെന്ന് പറ. അപ്പൊ രാധാറാണി പറഞ്ഞു, നീ മോഷ്ടിച്ചത് എന്താണെന്നാ? ഈ ലോകത്തെ സകല സുന്ദര വസ്തുക്കളും നീ മോഷ്ടിച്ചിരിക്കും. നോക്കൂ, നീ വെണ്ണ മോഷ്ടിച്ചിട്ടില്ലേ? കൊച്ചിലെ നീ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി വെണ്ണ മോഷ്ടിച്ചിട്ടില്ലേ? അത് ചെറുതിലേ അല്ലേ? എനിക്ക് അന്നൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രവുമല്ല, അത് ഞാൻ മോഷ്ടിച്ചതല്ല, അവരെനിക്ക് തന്നതാണ്. അയ്യോ, എന്തൊരു പാവം. അവിടെ ചെന്ന് ആളില്ലാത്ത സ്ഥലത്ത് ചെന്ന് ഉറി പൊട്ടിച്ച് വെണ്ണ മൊത്തം നീ എടുത്തോന്ന് ആ വീട്ടിലെ ഉടമസ്ഥര് പറഞ്ഞിട്ട് പോയി അല്ലേ? അതാണ് രാധ, അതാ എന്നോട് അവര് പറഞ്ഞു, കൃഷ്ണ, നീ നിനക്ക് ഇഷ്ടമുള്ളപ്പം വന്ന് ഇവിടെ ഇഷ്ടം പോലെ വെണ്ണയുണ്ട്, കലം പൊട്ടിച്ചു കുടിച്ചോന്ന് പറഞ്ഞു. രാധാറാണി പറഞ്ഞു, ഊറ്റിയിടി ഞാൻ നിനക്ക് വെച്ച് തരും കേട്ടാ. കള്ളം പറയുന്ന നീ. പോട്ടെ, ഇതെല്ലാം പോട്ടെ, എന്തിനധികം പറയുന്നു?
നദിയിൽ നഗ്നരായി കുളിച്ചുകൊണ്ട് നിന്ന ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ച നിന്നെ വസ്ത്രക്കള്ള 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 എന്ന് വിളിക്കണം. ഞങ്ങൾ ഇവിടെ വന്ന് മാന്യമായി പൂ ഉയർത്തതിനെ ഞങ്ങളെ പൂക്കള്ളി എന്ന് വിളിച്ചു. നീ വസ്ത്രക്കള്ളനല്ലേ? ഗോപികമാരുടെ വസ്ത്രം അടിച്ചുകൊണ്ട് പോയില്ലേ? എന്നിട്ട് രണ്ട് കൈയും ഉയർത്തി പ്രാർത്ഥിക്കൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനത്തവനല്ലേ നീ? നീ പറയുന്നത് എന്താ കൃഷ്ണ? നിനക്കങ്ങ് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളങ്ങ് ഒഴുകി കിടക്കുക. ഈ വ്രജത്തിൽ ഇഷ്ടം പോലെ ഗോപികമാരുണ്ട്. എന്തേ കൃഷ്ണ, എന്തേ കൃഷ്ണ ഇത്രയും വലിയ ഗുണങ്ങളുള്ള ബ്രഹ്മചാരി നിന്നെ ആരും കെട്ടാത്തത് എന്താണ്? നിന്നെ ആരും കെട്ടാത്തത് എന്താണ്? എല്ലാവർക്കും അറിയാം നീ സ്ത്രീകളുടെ പുറകെ നടക്കുന്നവനാണെന്നറിയാം. അതുകൊണ്ട് നല്ല കുലത്തിൽ പിറന്ന ഒരൊറ്റ പെണ്ണും നിന്നെ കെട്ടില്ല. എന്നിട്ട് നീ ബ്രഹ്മചാരിയാണെന്ന് ഭാവിച്ചിങ്ങനെ നടക്കുകയാണ്. ഈ വ്രജത്തിൽ നിന്ന് ആര് നിനക്ക് പെണ്ണ് തരും? കൃഷ്ണൻ പറഞ്ഞു അതൊക്കെ തരും. എന്നാൽ ആര് തരും? അതിവിടെ ഒരു വൃഷഭാനുണ്ട്. അദ്ദേഹത്തിന് ഒരു ചട്ടമ്പി പെണ്ണുണ്ട്, ഒരു മരങ്കേറി പെണ്ണ്. ആരുടെയെങ്കിലും തലയിൽ വെച്ച് കൊടുക്കാനിരിക്കുകയാണ്. രാധാറാണി പറഞ്ഞു, ദേ അധികം വിളയരുത്, അധികം വിളയരുത് കേട്ടാ ബ്രഹ്മചാരി. കൃഷ്ണ, നിനക്ക് നാണമില്ലേ നീ ബ്രഹ്മചാരിയാണെന്ന് പറയാൻ? നിന്റെ ബ്രഹ്മചര്യം എനിക്ക് അറിയാം. പെൺകുതിരയെ കാണുമ്പോൾ നിയന്ത്രണം വിടുന്ന ആൺകുതിരയെപ്പോലെ കപട ബ്രഹ്മചാരിയാണ് നീ. നീ കുതിര ബ്രഹ്മചാരിയാണ്. കൃഷ്ണ, നീ വലിയ ബ്രഹ്മചാരി. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ബ്രഹ്മചാരി തന്നാണ്. നിനക്കറിയില്ല രാധേ, ഞാൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കിയവനാണ്. സ്ത്രീകളോട് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ നീ ഇവിടെ കയറി മോഷ്ടിച്ചത് കൊണ്ട് മാത്രമാണ് രാധേ നിന്നോട് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. ഓ ബ്രഹ്മചാരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വ്രജത്തിലെ വിവാഹിതയായ സ്ത്രീകളെ നീ തുറിച്ചു നോക്കുന്നത് എന്തിനാണ് ബ്രഹ്മചാരി? അവര് നടന്നു പോകുമ്പോൾ അവരെ നീ തുറിച്ചു നോക്കുന്നത് എന്തിനാണ്? അതും പോകട്ടെ, വൈകുന്നേരമാകുമ്പോൾ ഓടക്കുഴലൂതി ഇവിടുത്തെ കന്യകമാരുടെ ഹൃദയം കവരാൻ ശ്രമിക്കുന്നത് എന്തിനാണ് നീ? അങ്ങനെ സ്ത്രീകളുടെ ഹൃദയം മോഷ്ടിച്ചെടുക്കുന്ന കള്ള കള്ള പെരും കള്ള കള്ള സന്യാസി നീ. നിന്റെ ശബ്ദം സന്യാസിയാകാനല്ല, മനസ്സിലായ? കന്യകമാരുടെ ചാരിത്ര്യമൊക്കെ കവർന്നെടുക്കാൻ, വ്രജത്തിലെ ഭാര്യമാരെ വശീകരിക്കാൻ. അപ്പൊ പറഞ്ഞു, രാധേ നീ വേണ്ടാത്തത് പറയരുത്. ഞാൻ ആരുടെയും ചാരിത്ര്യം കവർന്നെടുത്തിട്ടില്ല, ഞാൻ ആരെയും വശീകരിച്ചിട്ടില്ലേ. പിന്നെ എന്തിനാ നീ ഓടക്കുഴൽ വിളിക്കുന്നത്? ഞാൻ ഓടക്കുഴൽ വായിക്കുന്നത് എൻ്റെ സന്തോഷത്തിന്. എനിക്ക് സന്തോഷിക്കണ്ടേ? എൻ്റെ സന്തോഷത്തിന് ഞാൻ ഓടക്കുഴൽ വായിക്കുന്നു. അത് വായിക്കുമ്പോൾ ഓടിപ്പിടച്ചടിച്ച് എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് വരാൻ ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലെ കുഴപ്പമാണ്. അയ്യടാ, ഞാനൊരു പാവം. ഞാൻ അല്പം മാന്യമായി നല്ലതുപോലെ ഓടക്കുഴൽ വായിക്കും. എനിക്ക് നാരായണൻ അങ്ങനെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓ, അപ്പൊ രാധാറാണി പറഞ്ഞു, ഈ പൂക്കൾ പിച്ചുന്നതിന് നീ എന്തിനു വഴക്ക് പറയുന്നു? പൂക്കളെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നു. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇന്നു വരെ ഒരു ചെടി ഇവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ടോ കൃഷ്ണ? ഒരൊറ്റ ചെടി നീ നട്ടു വളർത്തിയിട്ടുണ്ടോ? ഒരു ചെടിക്ക് നീ വെള്ളം കോരിയിട്ടുണ്ടോ കൃഷ്ണ? എന്നിട്ട് നീ ഉടമയാണെന്ന്. ഇന്ന് മാത്രവുമല്ല, ഇവിടുത്തെ ചെടികൾ മൊത്തം നശിപ്പിക്കുന്നത് നിന്റെ പശുക്കളാണ്. നിന്റെ പശുക്കൾ ഇവിടെ വന്ന് ചെടികളുടെ ഇലകളെല്ലാം കടിച്ചു തിന്നും, പൂക്കള് കാലുകൊണ്ട് ചവിട്ടി അരച്ചിട്ട് അവര് പോകും. എന്നിട്ട് നീ എന്താ പറയുന്നത്? നീ ഇവിടുത്തെ വനം പരിപാലകനാണത്രേ. വനം പരിപാലകന്റെ പശുക്കള് ഈ വൃന്ദാവനത്തിലെ സകലതും നശിപ്പിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ പശുക്കൾ ഇങ്ങോട്ട് വരാറില്ല രാധേ. ഞാൻ അവരെ മേയ്ക്കാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോകും.
പോകും. വേറെ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ പശുക്കൾ വന്ന് നശിപ്പിക്കുന്നത്. ഇനി ഒന്നും കൂടെ പറയാം. ഈ വനം പരിപാലിക്കുന്നതേ വൃന്ദാദേവിയാണെന്നുള്ള കാര്യം നീ അറിയുക. വൃന്ദാദേവിയാണ് ഇതിൻ്റെ ഉടമ. അതുകൊണ്ടല്ലേ ഇതിനെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നിനക്കറിയാമോ, രാധാകുണ്ടിൽ നിന്ന് ജലമെടുത്ത് എന്നെ കുളിപ്പിച്ച് കിരീടധാരണം നടത്തി രാജ്ഞിയാക്കി ഈ വനം എനിക്ക് കൈമാറി. അപ്പൊ വൃന്ദാദേവി എൻ്റെ പ്രിയപ്പെട്ട സഖിയാണ്. ഈ പൂന്തോട്ടം എനിക്ക് കൈമാറി. അതുകൊണ്ട് കൃഷ്ണ, ഈ വൃന്ദാവനത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അതുകൊണ്ട് കൃഷ്ണ, ഞാൻ പറയുന്നു, ഈ പൂന്തോട്ടം സ്ത്രീകൾക്ക് ഉല്ലസിക്കാനുള്ളതാണ്, അവർക്ക് വിശ്രമിക്കാനുള്ളതാ. നിനക്കെന്താ ഇവിടെ കാര്യം? അത് പറ കൃഷ്ണ. പെണ്ണുങ്ങൾ ഉല്ലസിക്കുന്നിടത്ത്, സ്ത്രീകൾ വിശ്രമിക്കുന്നിടത്ത് കൃഷ്ണ നിനക്കെന്താ കാര്യം? അതുകൊണ്ട് ഈ വനത്തിൻ്റെ ഉടമയായ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, ഇപ്പം ഇവിടുന്ന് പൊക്കോളണം. നീയും നിന്റെ കൂട്ടുകാരും എല്ലാം കൂടെ ദൂരെ പശുക്കളെ മേയ്ക്കുന്നുണ്ട്. ചെല്ല്, അവരുടെ കൂടെ പോയി പശുക്കളെ മേയ്ക്ക്. നീ വെറും ഗോപാലകനാണ്. ഗോപാലകൻ രാധയെ നിയന്ത്രിക്കാൻ വരുന്നു, ആജ്ഞാപിക്കാൻ വരുന്നു. ചെല്ല് കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അല്ല, എന്താ നീ പറഞ്ഞത്? ഈ വൃന്ദാവനം വൃന്ദയുടേതാണ്. നിന്നെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷേ രാധയെ, നീ ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുള്ളൂ. വൃന്ദയെ ഞാൻ വിവാഹം കഴിച്ചു. വൃന്ദ എൻ്റെ ഭാര്യയാണ്. അതോടെ വൃന്ദാവനം എൻ്റേതാണ്. രാധാറാണി കണ്ണുകളൊക്കെ കൂർപ്പിച്ചു. എന്താ, നീ വൃന്ദയെ വിവാഹം കഴിച്ചെന്നോ? കൃഷ്ണ, നിന്റെ കളി കൂടുന്ന്. ജയിക്കാൻ വേണ്ടി നീ എന്തും പറയുവോ കൃഷ്ണ? കൃഷ്ണൻ പറഞ്ഞു, അങ്ങനല്ല, ഞാൻ വൃന്ദയെ വിവാഹം ചെയ്തു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇതെന്റെ ഭാര്യയുടെ വസ്തുവാണ്. അപ്പൊ എൻ്റെ വസ്തുവാണ്. അപ്പൊ എനിക്ക് പറയാം, കടക്കൂ പുറത്ത്. ഒരു കാരണവശാലും നിന്നെ ഇവിടെ കണ്ടുപോകരുത്. അപ്പോൾ രാധാറാണി പറഞ്ഞു, വൃന്ദേ ഇവിടെ വരൂ. അപ്പൊ വൃന്ദാദേവി അങ്ങോട്ടേക്ക് വന്നു. വൃന്ദാദേവി വന്നപ്പോ ചോദിച്ചു, ദേ, ഈ കൃഷ്ണൻ പറയുന്നത് സത്യമാണോ? കൃഷ്ണൻ നിന്നെ വിവാഹം കഴിച്ചോ? ഈ വനത്തിന്റെ ഉടമ ഇപ്പോൾ കൃഷ്ണനാണോ? അപ്പൊ വൃന്ദാദേവി കപട കോപത്തോടെ കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണ, എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഈ വൃന്ദാവനത്തിന്റെ ഉടമയാക്കിയെന്നോ? നോക്കൂ, ഈ വൃന്ദാവനത്തിന്റെ ഉടമ ഈ നിൽക്കുന്ന രാധയാണ്. അയ്യ, നിന്നെ കല്യാണം കഴിക്കാൻ വരാൻ പോവുകയല്ലേ? നിനക്ക് ഏതെങ്കിലും വനത്തിന്റെ ഉടമയാകണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ നിനക്ക് ഏതെങ്കിലും വനത്തിന്റെ ഉടമയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ. കൃഷ്ണന്റെ മുഖം ചുമന്നു. എൻ്റെ ഭാര്യയാക്കാനെന്ന് ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഉണ്ട്, ചന്ദ്രാവലി സഖീസ്ഥലിയിൽ അവിടെ ഇരിപ്പുണ്ട്. നീ ചെന്നിട്ട് നിന്റെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്ന ചന്ദ്രാവലിയുടെ മുന്നിലിരുന്ന് ധ്യാനിക്കും. അങ്ങനെ ധ്യാനിച്ചു കഴിയുമ്പോൾ അവൾ കനിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിനക്ക് ബദരീ മരങ്ങൾ വളരുന്ന വനം തരും. രാധാറാണി പറഞ്ഞു, അതെ, ഇവന് അതിന് മാത്രമേ അർഹമുള്ളൂ. കാരണം ബദരീ വനം രുചിയില്ലാത്ത പഴങ്ങൾ വളരുന്നതാണ്, ആർക്കും വേണ്ടാത്തതാണ്. അപ്പൊ ആർക്കും വേണ്ടാത്ത ചില കാര്യങ്ങൾ ആർക്കെടുത്തു തരും? നിനക്കെടുത്തു തരും കൃഷ്ണ. നിനക്ക് അതിന് മാത്രമേ അർഹതയുള്ളൂ. ചെല്ല് കൃഷ്ണ. ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയും ആയപ്പോഴേക്കും രാധാറാണി രണ്ടടി നടന്ന് അതിമധുരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു.
ആ പുഞ്ചിരിയിൽ കൃഷ്ണൻ മതിമയങ്ങിപ്പോയി, രാധയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പോകില്ല. രാധാറാണി പറഞ്ഞു, നീ പോകില്ലേ, നീ പോകില്ലേ. രാധാറാണി അവിടെ നിന്ന് ഒരു താമരയുടെ തണ്ടൊടിച്ചിട്ട് കൃഷ്ണനെ അടിക്കാൻ തുടങ്ങി. പോയില്ലേ കൃഷ്ണ, പോയില്ലേ കൃഷ്ണ, പോയില്ലേ കൃഷ്ണ. അതോടുകൂടി കൃഷ്ണന് രോമാഞ്ചമുണ്ടായി. കൃഷ്ണൻ ഇക്കിളിയെടുത്തു. കൃഷ്ണൻ കിടന്ന് പൊളഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, രാധേ 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 രാധേ. അപ്പൊ രാധാറാണി വീണ്ടും താമര തണ്ട് വെച്ച് തലങ്ങും നിലങ്ങും കൃഷ്ണനെ അടിച്ചു. അടിച്ചടിച്ചടിച്ചങ്ങനെ തളർന്ന് 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 രാധാറാണി ചിരിച്ചുകൊണ്ട് കൃഷ്ണന്റെ നെഞ്ചിലേക്ക് വീണു. കൃഷ്ണനും രാധാറാണിയെ വാരി പുണർന്നു. രണ്ടുപേരും കിതയ്ക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണൻ രാധാറാണിയുടെ ചെവിയിൽ വിളിച്ചു, രാധേ. രാധാറാണി പറഞ്ഞു, കണ്ണാ, എൻ്റെ കണ്ണനുണ്ണി. രാധേ, നീ എൻ്റെ പ്രാണനാണ്, നീ എൻ്റെ പ്രാണൻ്റെ പ്രാണനാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പൊ രാധാറാണി പറഞ്ഞു, കണ്ണാ, നീ എൻ്റെ സർവസ്വവുമാണ്, നീ എൻ്റെ സർവസ്വവുമാണ്. എൻ്റെ അവസാന ശ്വാസം വരെയും നീ മാത്രമായിരിക്കും എൻ്റെ ഹൃദയത്തിൽ, നീ മാത്രമായിരിക്കും എൻ്റെ ഹൃദയത്തിൽ. കണ്ണാ, രാധ നിൻ്റേതാണ്, രാധ നിനക്കുള്ളതാണ്, നിനക്കുള്ളത് മാത്രം. അപ്പോൾ കൃഷ്ണൻ രാധാറാണിയെ തൻ്റെ നെഞ്ചോട് ഇറുക്കി 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 പുണർന്നു. രാധാറാണിയുടെ നെറ്റിയിലും കണ്ണിലും കവിളുകളിലും ചുണ്ടിലുമെല്ലാം ചുംബിച്ചു. വീണ്ടും പ്രണയപൂർവം വിളിച്ചു, രാധേ രാധേ. രാധാറാണി വിളിച്ചു, കണ്ണാ കണ്ണാ, എൻ്റെ കണ്ണാ, എൻ്റെ മാത്രം കണ്ണാ, എൻ്റെ മാത്രം കണ്ണാ. രാധേ, ഈ പ്രപഞ്ചം നിൽക്കുവോളം കാലം നമ്മുടെ പ്രണയമുണ്ടാകും, രാധാകൃഷ്ണ പ്രണയമുണ്ടാകും. അതിന് തുല്യമായൊരു പ്രണയം ഈ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല രാധേ. നമ്മുടെ പ്രണയത്തെക്കുറിച്ച് ആരാണോ പറയുന്നത്, നമ്മുടെ പ്രണയത്തെക്കുറിച്ച് ആരാണോ കേൾക്കുന്നത്, അവര് നമ്മളെ പ്രാപിക്കും രാധേ. നിശ്ചയമായും അവര് നമ്മളെ പ്രാപിക്കും രാധേ. നീ എൻ്റെ സർവസ്വവുമാണ്, നീ എൻ്റെ സർവസ്വവുമാണ് രാധേ. എന്നിട്ട് കൃഷ്ണൻ വിളിച്ചു, രാധേ. രാധാറാണി പറഞ്ഞു, കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, രാധേ രാധേ. രാധാറാണി കൃഷ്ണനെ വരിഞ്ഞു മുറുക്കി തൻ്റെ നെഞ്ചോട് ചേർത്ത് ചുംബനം കൊണ്ട് മൂടിയിട്ട് പറഞ്ഞു, കണ്ണനുണ്ണി, എൻ്റെ കണ്ണനുണ്ണി, എൻ്റെ കറുമ്പ, എൻ്റെ കറുമ്പ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.